അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. കുര്യാക്കോസ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന ഒരു സ്കിറ്റാണ് നമ്മുടെ എഫ്രാത്തായുടെ വേദിയിൽ ഇനി അടുത്തതായി നടക്കാൻ പോകുന്നത്. സ്നേഹത്തോടെ കുര്യാക്കോസ് യൂണിറ്റിനെ അതിൻ്റെ അവതരണത്തിലേക്കായി സ്വാഗതം ചെയ്യുന്നു. പരം വർഷങ്ങൾക്ക് മുൻപ് ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിൽ യൗസേഫ് എന്നു പേരുള്ള ഒരുവന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയാം എന്നായിരുന്നു. അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെട്ടു. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുത്തു. അവൻ യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്ക് വാഴ്ച വെച്ചു. അവന്റെ രാജ്യത്തിന് അവസാനമില്ലാവുകയില്ല. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് ആകൊല്ലത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് നിമിത്തം നിന്നിൽ നിന്നും ജനിക്കുന്നവൻ പരിശുദ്ധനാണ്. ദൈവത്തിന്റെ പുത്രനെന്ന് അവൻ വിളിക്കപ്പെട്ടു. കണ്ടാൽ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് അവരുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. മധ്യായിട്ട് വിളിക്കപ്പെട്ടിരുന്ന അവർക്ക് ഇത് 6 മാസമാണ്. എന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. അവളുടെ ഭർത്താവായ യൗസേഫ് നീതിമാനായിരുന്നതുകൊണ്ടും ഗർഭിണിയായ മറിയാമിന് അപമാനം വരുത്തുവാൻ മനസ്സില്ലാതിരുന്നതുകൊണ്ടും രഹസ്യമായി അവളെ പരിത്യജിക്കുവാൻ ആലോചിച്ചു. അപ്പോൾ കർത്താവിന്റെ മാലാഖ സ്വപ്നത്തിൽ യൗസേഫിന് പ്രത്യക്ഷപ്പെട്ടു. ദാവീദ് പുത്രനായ യൗസേഫ്, നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിക്കാൻ നീ ഭയപ്പെടുക. എന്നാൽ അവളിൽ ഉത്ഭൂതനായിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൻ ഒരു പുത്രനെ പ്രസവിച്ചു. നീ അവന്റെ പേര് യേശു എന്ന് വിളിക്കുന്നു. എന്നാൽ അവൻ സ്വന്തം ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കാലത്ത് ലോകമൊക്കെയും വേർവഴി ചാർത്തേണമെന്ന ഔഗസ്ത്യൂസ് കൈസരുടെ ആജ്ഞപ്രകാരം യൗസേഫ് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് യഹൂദിയിൽ ബേത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവിപ്പാനുള്ള ദിവസങ്ങൾ തികഞ്ഞു.
പുല്ലുകൾ കൊണ്ട് പൊതിഞ്ഞ് അവർ പാർത്തിരുന്ന സ്ഥലത്ത് മറ്റു സ്ഥലമില്ലാതിരുന്നതിനാൽ പുൽത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ കാത്തിരുന്നു. ദൂതൻ അവരുടെ അരികിലെത്തി. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലങ്ങൾ ചുറ്റി ഉൾത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുക. യേശുവിന്റെ ജനന സമയത്ത് കിഴക്ക് ഒരു ദിവ്യ നക്ഷത്രം കണ്ട ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഉണ്ണിയേശുവിനെ വന്ദിപ്പാനായി ബേത്ലഹേമിൽ എത്തി. അവർ കിഴക്കു കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു.
സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഓർമ്മ ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ യേശു ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. ഏറ്റവും മനോഹരമായ ഒരു സ്കിറ്റ് ഇവിടെ ഈ നിറഞ്ഞ സദസ്സിന് മുൻപിൽ അവതരിപ്പിച്ച കുര്യാക്കോസ് യൂണിറ്റിനോടുള്ള യൂത്ത് അസോസിയേഷന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഒരു നിറഞ്ഞ കയ്യടി കൊടുത്ത് ഇത്രയും ഇവർ എഫേർട്ട് എടുക്കാൻ ആരും പോകുന്നത്. ഓക്കെ, ഇവർക്കുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി ഇത്രയും ബഹുമാനപ്പെട്ട ഷൈജു അച്ഛനെ ഇപ്പോൾ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you so much.